അടുത്ത് നമുക്ക് പറയാനുള്ളത് പർച്ചേസ് ഡേ ബുക്ക് ആണ്. പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി തന്നെയാണ്. എന്തിനു വേണ്ടി? ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, പർച്ചേസ് ബുക്കിൽ ക്യാഷ് പർച്ചേസസ് നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതിന്റെ സ്പെസിമെൻ കൊടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് കൊടുത്തിരിക്കുന്ന നോക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, LF, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് ഇവിടെ നമ്മളിവിടെ ഐറ്റം കാണിക്കുന്നു, അതായത് ട്രാൻസാക്ഷൻ കാണിക്കുന്നു. പിന്നെ ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോള്, എമൗണ്ട്. അവിടെ നമുക്കൊരു ഫോർമാറ്റ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഐറ്റം തന്നിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്ററിന്റെ ഡീറ്റെയിൽസ്. ബോട്ട് ഫ്രം ബൂട്ട് ഇന്ത്യ ലിമിറ്റഡ്. ബോട്ട് ഫ്രം ബൂട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങിയത്, അതിന്റെ പേര് ഇത്ര, റുപ്പീസ് ഇത്ര, അതിൻ്റെ 40 × 200 800 കിട്ടി. 20 × 120 ചെയ്തിട്ട് 2400 കിട്ടി. പിന്നെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് 10%. ട്രേഡ് ഡിസ്കൗണ്ട് 10% പറഞ്ഞിട്ട് അത് നമ്മൾ കുറയ്ക്കുക. 10.40 കുറച്ച് കഴിഞ്ഞാൽ 9360 കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്താൽ മതി. പാക്കിംഗ് ആൻഡ് ഡെലിവറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതൊക്കെ എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ഇതാണ് ക്രെഡിറ്റ് പർച്ചേസിന്റെ ടോട്ടൽ. അങ്ങനെ പർച്ചേസ് റിട്ടേൺ. അടുത്തത് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഗുഡ്സ് റിട്ടേൺ ടു ദ സപ്ലയേഴ്സ്. നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ട് സപ്ലയർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. അത് നമ്മൾ കാണിക്കുന്ന ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ് ഇത് കാണിക്കുന്നത്. ഈ ഡെബിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ, ഡെബിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് സെൻഡ് ബൈ ദ ബിസിനസ്മാൻ ടു അനദർ പേഴ്സൺ ഷോയിങ് ദ എമൗണ്ട് ഡെബിറ്റഡ് ടു ദ അക്കൗണ്ട് ഓഫ് ദ ലേറ്റർ. അതായത് ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റഡ് ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡെബിറ്റ് നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. സ്പെസിമെൻ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് നോട്ട്, LF, എമൗണ്ട്. സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ബുക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബിസിനസിന്റെ ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇനി അതിന്റെ ഫോർമാറ്റ് നോക്കി, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, LF, എമൗണ്ട്. അതായത് പർച്ചേസ് ഡേ ബുക്കിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് സെയിൽ ഡേ ബുക്കിനും വരുന്നത്. സെയിൽസിന്റെ ആണെന്ന് മാത്രം, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സെയിൽസ് എത്രയാണ് നടത്തിയിരിക്കുന്നത്, ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ് നടത്തിയിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് അവിടെ കിട്ടും. ഇത്രയാണ് സെയിൽ ഡേ ബുക്ക്. അടുത്തത് സെയിൽ റിട്ടേൺ ബുക്ക്. നമ്മൾ വിറ്റ സാധനം എന്തെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, അതായത് റിട്ടേൺ ഇൻവേർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അല്ലെ, നമ്മൾ ബിസിനസ് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സ് തിരിച്ചു കൊണ്ടുവരാം. മേ ബി എന്ത് കാരണം കൊണ്ടാവാം, നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഡാമേജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവുള്ളതുകൊണ്ടോ പാക്കേജിങ് ശരിയല്ലാത്തതുകൊണ്ടോ ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽ റിട്ടേൺ ബുക്ക്. ക്ലിയർ? അത് നമ്മൾ കാണിക്കുന്ന വൗച്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിലാണ്. ക്രെഡിറ്റ് നോട്ട്, it is a statement sent by the business to another person showing the amount credited to the account of the later. അതായത് സ്റ്റേറ്റ്മെന്റ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിസിനസ് സെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ആർക്ക്? പേഴ്സൺ, അതായത് കസ്റ്റമറിന് സെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എമൗണ്ട് ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ട് ഓഫ് ദ ലേറ്റർ, അതായത് കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റഡ് ആയി എന്ന് കാണിക്കുന്നതാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ. ഓക്കെ, സെയിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഗുഡ്സ് തിരിച്ചുകൊണ്ടു കഴിഞ്ഞാൽ പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക്, കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അത് കാണിക്കുന്നതാണ്. ഇതിന്റെ ഫോർമാറ്റ് നോക്കി, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ് നോട്ട്, LF, എമൗണ്ട്. ഇത്രയുള്ള വ്യത്യാസം. പിന്നെയുള്ളത് ബിൽസ് റിസീവബിൾ ബുക്കാണ്. അതായത് ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പൊ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ബില്ല് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബിൽസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നതാണ് ബില്ല് റിസീവബിൾ ബുക്ക്. ഓക്കെ, പിന്നെ ബിൽ ഈസ് റിസീവ്ഡ്, ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ് ആർ റെക്കോർഡഡ്. ഓക്കെ, അതായത് സെയിൽ നടത്തി അതിന്റെ ബില്ല് എഴുതും. ആ ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽസ് റിസീവബിൾ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ? ഡേറ്റ്, ഫ്രം ഹൂം റിസീവ്ഡ്, ടേം, ഡ്യൂ ഡേറ്റ്, LF, എമൗണ്ട്. അപ്പൊ പേയ്മെന്റുകളല്ല ഉദ്ദേശിക്കുന്നത്, പേയ്മെന്റ് പൈസ കിട്ടുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ബില്ല് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ കാണിക്കും ആരിൽ നിന്നാണ് കിട്ടാനുള്ളത്, എത്ര മാസം കൊണ്ടാണ് തരുന്നത്, പിന്നെ എന്നാണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. ഡേയ്സ് ഓഫ് ഗ്രേസ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡേയ്സ് ഓഫ് ഗ്രേസ്, 3 ദിവസത്തെ ഡേയ്സ് ഓഫ് ഗ്രേസ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷമുള്ള ഡേറ്റ് എമൗണ്ട് ഇവിടെ കൊടുക്കും, ഡേറ്റ് ഇവിടെ കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക.
ഇനി ബിൽസ് പേയബിൾ ബുക്ക്. ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ബിൽസ് അക്സെപ്റ്റഡ് ബൈ എസ്. നമ്മൾ എന്തെങ്കിലും ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബില്ല് അക്സെപ്റ്റ് ചെയ്യുക. സോ വെൻ എ ബിൽ ഡ്രോൺ ബൈ അവർ ക്രെഡിറ്റർ, ഓക്കെ, ക്രെഡിറ്റർ ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, അത് വാലിഡ് ആയി, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. റിസീവ് ആ റെക്കോർഡിന്റെ ബുക്സ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും ബിൽസ് പേയബിൾ, നമുക്ക് കൊടുക്കാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട്, കടത്തിന് നമ്മൾ വാങ്ങി, അത് നമ്മൾ ബില്ല് അക്സെപ്റ്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, ഭാവിയിൽ ആ വ്യക്തിക്ക് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. അപ്പോൾ ബിൽസ് പേയബിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അത് ഡേറ്റ്, ടു ഹൂം ഗിവൺ, ആർക്കാണ് കൊടുക്കേണ്ടിരുന്നത്, ടേം എത്രയാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്, എന്നാണ് ഡ്യൂ ഡേറ്റ്, LF, അതുപോലെ തന്നെ എമൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ലെഡ്ജറിലെ പേജ് നമ്പറോട് കാണിക്കണം, പിന്നെ എമൗണ്ട്. ഇനി അടുത്തതാണ് ജേണൽ പ്രോപ്പർ. മേൽപ്പറഞ്ഞ ട്രാൻസാക്ഷൻ, മേൽപ്പറഞ്ഞ ബുക്കിൽ ഒന്നും പെടാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. മിസലേനിയസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വിച്ച് ഡു നോട്ട് ഫിറ്റ് എനി അതർ ബുക്സ് ഈസ് റെക്കോർഡഡ്. മിസലേനിയസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടമായിട്ട് നടന്നിരിക്കുന്ന മറ്റ് ട്രാൻസാക്ഷൻസ്, മേൽപ്പറഞ്ഞ ബുക്കിൽ ഒന്നും പെടാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മിസലേനിയസ് ജേണൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേര് മിസലേനിയസ് ജേണൽ. ഇതിന്റെ ഫോർമാറ്റ്, ഓക്കെ, ദ യൂസ് ഓഫ് ജേണൽ പ്രോപ്പർ ഈസ് കൺഫൈൻഡ് റെക്കോർഡ് ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇനി എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്പണിംഗ് ആയിട്ടുള്ള എൻട്രികളില്ലേ, ഓപ്പണിംഗ് എൻട്രീസ് ഒക്കെ നമ്മൾ ജേണൽ പ്രോപ്പറിൽ. അതുപോലെ തന്നെ ക്ലോസിംഗ് എൻട്രീസ്, ട്രാൻസ്ഫറിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമുക്കറിയാം, എല്ലാം ജേണലിലാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ തരൂലേ, അഡ്ജസ്റ്റ്മെന്റ്സിൽ എന്താണ്, അഡ്ജസ്റ്റ്മെന്റ്സിൽ തരുന്ന എൻട്രീസ് ഒക്കെ ഈ ജേണൽ പ്രോപ്പറിലാണ് ചെയ്യുക, ജേണലിലാണ് ചെയ്യാം. റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അതായത് എന്തെങ്കിലും തെറ്റുണ്ട് നമ്മൾ തിരുത്തുന്ന എൻട്രിയാണ് റെക്ടിഫിക്കേഷൻ. എൻട്രീസ് ഫോർ വിച്ച് ദർ ഇസ് നോ സ്പെഷ്യൽ ജേണൽ, ഒരു വേറെ സെപ്പറേറ്റ് ജേണൽ ഇല്ലാത്തതൊക്കെ നമ്മളിവിടെ കാണിക്കുന്നു. ഇനി എൻട്രീസ് ഫോർ റയർ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി ഈ പറയുന്ന എൻട്രി ഫോർ വിച്ച് ദർ ഈസ് നോ സ്പെഷ്യൽ ജേണൽ, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. വെൻ എ ട്രേഡർ കനോട്ട് റെക്കോർഡ് ദ എൻട്രീസ് ഇൻ ദ എബവ് മെൻഷൻഡ് സബ് ജേണൽ, ദ സെയിം ആർ എൻറ്റേർഡ് ഇൻ ജേണൽ പ്രോപ്പർ. അതായത് മേൽപ്പറഞ്ഞ സബ് ജേണലിൽ, അതായത് സബ്സിഡറി ബുക്കിൽ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ എൻട്രി പറ്റില്ലാത്ത എൻട്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അതെന്താണ്? കോമൺ ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി റെക്കോർഡ് ഇൻ എനി ഓഫ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആർ. അപ്പൊ ഇതിലൊന്നും പെടാത്ത, ഒറിജിനൽ എൻട്രിയിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സ്പെഷ്യൽ, നോ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിൾ ആയിട്ട്, കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജേണൽ പ്രോപ്പറിൽ കാണിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് ചാരിറ്റി, ചാരിറ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ജേണൽ പ്രോപ്പറിൽ കൊടുക്കണം. ഇനി ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, ഗുഡ്സ് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഫയർ ആണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതായത് തീ പിടുത്തമുണ്ടായി നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെട്ട് ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളിവിടെ ജേണൽ പ്രോപ്പറിൽ കാണിക്കണം. ഗുഡ്സ് സ്റ്റോളൻ അവേ, എംപ്ലോയീസ് എന്തെങ്കിലും കട്ടോണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് കാണിക്കേണ്ടത്. എക്സ്ചേഞ്ച് ഓഫ് വൺ അസറ്റ് ഫോർ അനദർ അസറ്റ്, ഒരു അസറ്റ് മാറ്റി മറ്റൊരു അസറ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജേണൽ ബുക്കിൽ കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഗുഡ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫയർ വഴി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എംപ്ലോയീസ് കട്ടോണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു അസറ്റ് മറ്റൊരു അസറ്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ജേണൽ പ്രോപ്പറിലാണ് കാണിക്കേണ്ടത്. സോ ഇത് ക്ലിയർ ആയല്ലോ? ഇതൊക്കെ ഇപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക, ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതോടുകൂടി നമ്മുടെ ഈ 3ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് ക്യാഷ് ബുക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ക്യാഷ് ബുക്കാണ്. അത് നമുക്ക് അടുത്തൊരു സെപ്പറേറ്റ് സെഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.